ഞാൻ പറയുന്നത് അന്ന് പട്ടിണി കിടന്ന ആ മനുഷ്യർ ഇന്ന് കേരളത്തിൽ പട്ടിണിയില്ലാതെ ജീവിക്കുന്നു. അന്ന് പട്ടിണി കിടന്ന മനുഷ്യർ ബീഹാറിൽ ഇപ്പോഴും പട്ടിണി കിടക്കുന്നു. ഈ കഴിഞ്ഞ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ, അവരുടെ ഒരു സർവേ റിസൾട്ട് വന്നപ്പോൾ 2022 ഇപ്പോൾ വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുതന്നെയാണ്, ഒരേ റിസൾട്ടാണ്. ബീഹാറിലെ ജനങ്ങൾ പരിശോധിച്ചപ്പോൾ 30% കൊടും പട്ടിണിക്കാരാണ്. എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു നേരം ആഹാരം കഴിക്കാൻ കഴിയാത്തവർ. ഉത്തർപ്രദേശിൽ 28% ഒരു ദിവസം ഒരു നേരം ആഹാരം കഴിക്കാൻ കഴിയാത്തവരാണ്. ആ റിസൾട്ട് കേരളത്തിൽ വന്നപ്പോൾ 0.7% 0.7 എന്ന് പറഞ്ഞാൽ 100 പേരെ എടുത്താൽ ഒരാൾ പോലും ഒരു നേരം ആഹാരം കഴിക്കാത്ത മനുഷ്യന്മാരില്ല. എന്നാൽ 100 പേരെ എടുത്താൽ 30 പേർക്കും ഒരു നേരം ആഹാരം കഴിക്കാനില്ല. നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർ ബീഹാറിൽ ഒരു സാംസ്കാരിക പ്രവർത്തനത്തിന് വേണ്ടി പോയി അവിടുത്തെ ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ അവിടെ എന്താ ഭക്ഷണം കഴിക്കുന്നത്, അവരുടെ മെനു എന്താണ് എന്ന് പരിശോധിക്കാൻ ഗ്രാമത്തിൽ പോയിരുന്നു. അവർ പറഞ്ഞത്, രാവിലെ ജോലിക്ക് പോകുമ്പം ആഹാരമൊന്നുമില്ല, ഒരു ഗ്ലാസ് കട്ടൻ ചായ കഴിക്കും, പാലൊഴിക്കാത്ത ചായ കഴിക്കും, എന്നിട്ട് ജോലി ചെയ്യാൻ പോകും. ജോലി ചെയ്തിട്ട് ഉച്ചക്ക് ഒരു ഉണക്ക ചപ്പാത്തിയും ഒരു സവാളയും, കേട്ടില്ലേ, ഒരു ഉണക്ക ചപ്പാത്തിയും ഒരു സവാളയും. ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ഒന്നും കഴിക്കാൻ താല്പര്യമില്ലഞ്ഞിട്ടല്ല, ആ മനുഷ്യന്മാർക്ക് നമ്മുടെ പോലെയുള്ള വായും രുചിയൊക്കെയാണ്, വയറുമാണ്. പക്ഷെ കഴിക്കാനില്ലാത്തത് കൊണ്ട് ഈ കനലിലിട്ട് ചുട്ടെടുക്കുന്ന ഒരു ഉണക്ക ചപ്പാത്തിയും പച്ച ഉള്ളി സവാള അതൊന്ന് കഴിക്കുകയാണ് അവർ. എങ്ങനെ ജോലി ചെയ്യും കൂട്ടരെ? ഗ്രാമത്തിലെ സ്ഥിതി ഇപ്പോഴും അതേ ദാരിദ്ര്യമാണെന്നാണ് ഇപ്പൊ കണക്കാക്കിയിരിക്കുന്നത്. കേരളം എങ്ങനെ മാറി? കേരളത്തിലെ മാറ്റത്തിൽ കോൺഗ്രസിന് പങ്കുണ്ടെങ്കിൽ അവർക്ക് ദീർഘകാലം ഭരിക്കാൻ അവസരം കിട്ടിയ ബീഹാറിലും ഉത്തർപ്രദേശിലും അവിടുത്തെ ഭൂപരിഷ്കരണം നടത്തി ഈ 10,000-കണക്കിന് ഏക്കർ ഭൂമിയുള്ള ഭൂസ്വാമിമാരിൽ നിന്ന് ഒരു തുണ്ട് മണ്ണ് ഈ പാവപ്പെട്ടവർക്ക് കുടികടക്കാൻ കൊടുത്തിരുന്നെങ്കിൽ അവരുടെ സ്ഥിതി ഇങ്ങനെ ആകുമായിരുന്നോ? എന്നിട്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏട്ടൻ നരേന്ദ്രമോദി, ചേട്ടൻ ഭാവി അനിയൻ ഭാവിയാണ്. ഒരു കൂട്ടർക്ക് കുറച്ച് വർഗീയത കൂടുതൽ പറയുന്നു എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഭരണനയമെല്ലാം ഒരുപോലെയാണ്. എന്നിട്ട് BJPയുടെ നരേന്ദ്രമോദി പറയുകയാണ്, ഇപ്പം ലോകത്തിലെ 5ാമത്തെ ശക്തിയാണ്, ഇനിയിപ്പോൾ ലോകത്തിലെ 3ാമത്തെ ശക്തിയായിട്ട് ഇന്ത്യയെ മാറ്റും. ഇദ്ദേഹം പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ TV-യുടെ മുന്നിൽ ആളുകളിനി സാരേ ദേശവാസിയും എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരെല്ലാം TV-യുടെ മുന്നിലിരുന്ന് നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കുകയാണ്. 5ാമത്തെ ശക്തിയിൽ നിന്നും 3ാമത്തെ ശക്തിയിൽ നിന്ന് എന്താ പറയുന്നത്? ലോകത്തിലെ 10 സഹസ്ര കോടീശ്വരന്മാരെ, കോർപ്പറേറ്റ് മുതലാളിമാരെ എടുത്താൽ 2-3 ആള് ഇന്ത്യയിലുള്ളവരുണ്ടാകും. അതുകൊണ്ട് ഇന്ത്യ സമ്പന്നയായി എന്നാണോ? ഇന്ത്യ ശക്തിയായി എന്നാണോ? ഈ പാവപ്പെട്ട 30% ആളുകൾ കൊടും പട്ടിണി കിടക്കുന്ന ബംഗ്ലാദേശിനേക്കാൾ, ശ്രീലങ്കയേക്കാൾ, പാകിസ്ഥാനേക്കാൾ പട്ടിണി ഇൻഡെക്സിൽ പിറകിലായ ഇന്ത്യ 3ാം ശക്തി ആയതുകൊണ്ട് ഇവിടെ ആർക്കെന്ത് നേട്ടാണുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത് ഒരു സംസ്ഥാനത്തിനോ രാജ്യത്തിനോ നേട്ടമുണ്ടാകുമ്പോൾ അതിലെ സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തിൽ മെച്ചമുണ്ടാകണമെന്നാണ്. വിശദീകരിക്കേണ്ടതില്ല. അത് വെച്ചിട്ടാണ് നമ്മുടെ ആസൂത്രണം. ആ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിന്ന് ഇങ്ങനെ ജീവിക്കാനുള്ള ഒരു മാർഗം ഉണ്ടായിട്ടുള്ളത് എന്ന് ജനങ്ങൾ മറന്നു പോകരുത്. മറന്നുപോയാൽ ഉത്തർപ്രദേശിൻ്റെയും ബീഹാറിൻ്റെയും സ്ഥിതി വരാൻ നമുക്കധികം സമയമൊന്നും വേണ്ടി വരില്ല. ഈ ചിട്ടപ്പെടുത്തി വെച്ച ജീവിതത്തെ സുസ്ഥിരമാക്കണം. സഖാവ് പിണറായി പറഞ്ഞത് അതാണ്. ജീവിതത്തിനൊരു ചിട്ടയുണ്ടായി, പക്ഷേ ആധുനിക സൗകര്യങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യരിലേക്ക് എത്തിക്കണം. വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടങ്ങിയിട്ട് പറഞ്ഞു, സ്കൂൾ കെട്ടിടങ്ങൾ മനോഹരമാകണം, സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്നത്. ആർദ്രം മിഷൻ തുടങ്ങിയിട്ട് പറഞ്ഞു, ആശുപത്രികൾ സുന്ദരമാകണം, നല്ല ഹൈടെക് ആകണം, ജനങ്ങൾക്ക് എല്ലാ ചികിത്സയും ഗവൺമെൻറ് ആശുപത്രി കിട്ടണം. ഇത്ര വിപുലമായ ഗവൺമെൻറ് ആശുപത്രിയും പബ്ലിക് ഹെൽത്ത് സിസ്റ്റവുമുള്ള ഒരു സംസ്ഥാനം കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനമുണ്ടോ? BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനമുണ്ടോ?